പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വീഡൻ ടു നോർവേ ഉള്ള റോഡ് ട്രിപ്പും കൂടാതെ നമ്മൾ താമസിച്ച ഈ അഡ്വഞ്ചർ ക്യാമ്പിൻ്റെ ഉൾവശമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ലഞ്ച് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നോർവേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സ്ഥലവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയത്. അത് എവിടെയും നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ അങ്ങനെ പോയി കാണണം അങ്ങനെയല്ല. ഇവിടെ എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കാണാം. കാരണം എല്ലാ സ്ഥലവും അടിപൊളി ആയതുകൊണ്ട്. വലിയ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്നതും എല്ലാം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടണൽസ് ആണ്. 3-4 ടണലുണ്ട്. അതൊക്കെ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ ഉള്ള ടണൽസ് ആണ് ഉള്ളത്. അപ്പോൾ ടണലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മൾ വേറൊരു ബ്യൂട്ടിഫുൾ വ്യൂവിലായിരിക്കും പോകുന്നത്. ഇത് വേറെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ടൂറിസ്റ്റ് സ്പോട്ട് പോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. ഞങ്ങൾ ഫസ്റ്റ് ഇന്ന് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. എവിടെ കാണുന്നു അവിടെ നിർത്തി ഇറങ്ങുക എന്നുള്ളതാണ്. ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് ഈ ഒരു സ്പോട്ടിലെത്തിയത്. അപ്പം ഞങ്ങൾ ഇവിടെ നമ്മുടെ പിക്നിക് മാറ്റൊക്കെ വിരിച്ച് എല്ലാവരും ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ ആ ഒരു ലേക്ക് സൈഡിൽ നിന്ന് കഴിച്ചു. പിന്നെ കുട്ടികൾക്കൊക്കെ ലേക്കിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഭയങ്കര തണുപ്പാണ് കേട്ടോ. മുകളിൽ നിന്ന് വരുന്ന ഒരു ഗ്ലേഷ്യർ വാട്ടറാണിതൊക്കെ. അത്രയും പ്യുവറസ്റ്റ് വാട്ടറാണ്, അതുപോലെ തന്നെ തണുപ്പുമുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും ഒരു ബാധകമായിരുന്നില്ല. ഞങ്ങൾ അതിനുശേഷം ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഈ ഒരു ലേക്കിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലേഷ്യറിനാണ്. ആ ഗ്ലേഷ്യറിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറച്ച് ദൂരം പോകാനുണ്ട്. ഒരു ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ വെള്ളം കാണുന്നില്ലേ, കറക്റ്റ് ബ്ലൂ കളറാണ്. എത്രത്തോളം ക്യാമറയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയും ബ്ലൂ കളറാണ് ഇവിടുത്തെ വാട്ടർ. കാരണം അത്രയും പ്യുവറാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. നമുക്ക് അവിടെ എത്തുമ്പോൾ ക്ലോസിംഗ് ആണെന്നൊക്കെയാണ് കാണിച്ചത്. നമുക്ക് ഗ്ലേഷ്യർ വരെ എത്താൻ പറ്റുമോ അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 hours ട്രക്കിംഗ് ഉണ്ട് ഗ്ലേഷ്യറിലോട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ട്രക്കിംഗ് ആ ടൈമിൽ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോളും പിന്നെ ഈ ഗ്ലേഷ്യർ ഉരുകി വരുന്ന ആ വാട്ടർ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഗ്ലേഷ്യറിന് തൊട്ടടുത്താണ് നമ്മൾ. അപ്പോൾ അവിടുന്ന് മെൽറ്റായി വരുന്ന വാട്ടറാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലേക്കിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത്. എന്ത് അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കണ്ട ലേക്കിൻ്റെ സോഴ്സ് തേടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അതും നല്ല ബ്ലൂ കളർ വാട്ടർഫോൾ ഇങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നല്ല ഒഴുക്കും. അങ്ങനെ അവിടുത്തെ ഭംഗിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ ദിവസവും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ കോട്ടേജിലോട്ട് പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ട്രാവൽ കണ്ടിന്യൂ ചെയ്തത്. ഇന്ന് ഞങ്ങൾ കുറച്ചധികം സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഗൈറങ്കർ എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ പോയത്. എനിക്ക് ഏതോ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്തത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ ഞാൻ കണ്ടത്. എന്താ പറയുക, ഒരു വാൾപേപ്പറിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കവറിലോ ഒക്കെ ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ. അന്നൊന്നും വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ഒന്നും പറയാൻ വയ്യ. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. ഇവിടുന്ന് കുറച്ചധികം ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കുറച്ചധികം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 Sisters വാട്ടർഫോളിലെത്തും. ഈ കാണുന്ന ഇടയ്ക്ക് തന്നെയാണ് 7 Sisters ഉള്ളത്. ആ മലയുടെ ഇടുക്കിൽ തന്നെയാണ് 7 വാട്ടർഫോൾ. അതിനാണ് 7 Sisters എന്ന് പറയുന്നത്. 7 വാട്ടർഫോൾ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലിയർ വ്യൂ എന്ന് പറയുന്നത് ആ ടൈമിൽ പോസിബിൾ ആയിരുന്നില്ല. ഞങ്ങൾ പോയ ടൈമിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ക്രൂസ് എടുത്തിട്ടൊക്കെ ആ നദിയിലൂടെ പോയി കഴിഞ്ഞാലാണ് ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത്. പിന്നെ ഈ മുകളിലോട്ട് നടക്കുന്ന സ്ഥലം കണ്ടോ, അവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടന്നാലും പോയി കാണാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോയ ആൾക്കാർ തിരിച്ചു വരുന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല, വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. ബട്ട് ഈ ഇമേജിൽ നിങ്ങൾക്ക് ആ 7 Sisters വാട്ടർഫോൾ കാണാൻ പറ്റും.
ക്രൂയിസിൽ പോകുന്നതാണെങ്കിൽ ഇതിലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കഴിച്ചു. അതും ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ആ മലയിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി അവിടെ ഒരു കോഫി ഷോപ്പിലൊക്കെ കയറി. അതും ഒരു കുഞ്ഞ് സിറ്റി പോലത്തെ ഒരു സ്ഥലമായിരുന്നു, ഒരു ടൗൺ പോലെ. നമുക്ക് സുവനീഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിയത്. അവിടെ ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോഴാട്ടോ ഭയങ്കര ചോക്ലേറ്റിൻ്റെ ഒരു മണം. ആ ചോക്ലേറ്റിൻ്റെ മണം തേടി ഞങ്ങൾ ഈ ഷോപ്പിലെത്തി. ഇവിടെ ഒരു കേക്ക്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും ഒരു ഷോപ്പാണ്. ഇവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, കാരണം ആ ടൈം ആകുമ്പോഴേക്കും ഞങ്ങളൊരു വിധം ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു കേക്കും പിന്നെ ഒരു കോഫിയും വാങ്ങി, അത് അവിടുന്ന് കഴിച്ചു. പിന്നെ അതിനുശേഷം വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ട് മേലെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ഫുഡും ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. സാമണിൻ്റെ ഒരു ഐറ്റമാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സാമൺ, പിന്നെ പിസ്സ, അങ്ങനെ പിന്നെ ബർഗർ, ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. അത് നമ്മുടെ ഡിന്നർ ആണെന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും രാത്രിയായപ്പോൾ ഞങ്ങൾ കോട്ടേജിൽ ചെന്ന് ഒരു ഗ്രില്ലിംഗ് പരിപാടിയും കൂടെ അറേഞ്ച് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ നേച്ചർ മൊത്തം മാറി ഭയങ്കര മഴയായിരുന്നു. രാത്രി 1 മണിക്കാട്ടോ ഈ സംഭവമൊക്കെ. അപ്പോൾ ഭയങ്കര മഴയത്ത് ഞങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്തു. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ പറയണ്ടല്ലോ. എന്താ പറയുക, ആ ഒരു മഴയത്ത് ആ ഒരു ഫോഗൊക്കെ താഴെ ഇറങ്ങി ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറി ക്ലൗഡിയായി. ഇതാണ് രാത്രിത്തെ വ്യൂ ആണ്. ഞാൻ ഇനി പകലുള്ള വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് ഡേ ഉള്ള പകലുള്ള വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഇതാണ് 3rd ഡേ മോർണിംഗ്. ഫോഗൊക്കെ താഴെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കണ്ട ആ ഒരു വ്യൂ അല്ല ഇപ്പോൾ എനിക്ക് ലക്കായിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് 2 ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സിൻ്റെ വ്യൂ കിട്ടി. പിന്നെ ഈ ഡേ എനിക്ക് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ നെക്സ്റ്റ് ഡേ, അതായത് ഈ ഡേ തന്നെ ഞങ്ങൾ സ്വീഡനിലോട്ട് തിരിക്കുകയാണ്. ഓസ്ലോ വഴിയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് മോഷൻ സിക്നെസ് ഉള്ളതുകൊണ്ട് അധികം വീഡിയോസ് 3rd ഡേ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, അടുത്ത വീഡിയോ കാണാം.